വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങൾ. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. കാരണം എനിക്ക് മുൻപ് തന്നെ ഇവനുണ്ടായിരുന്നു, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് അവന്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവിറങ്ങി വന്ന് ആരുടെ മേൽ വസിക്കുന്നത് നീ കാണുന്നുവോ, അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഞാനത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അടുത്ത ദിവസം യോഹന്നാൻ തന്റെ ശിഷ്യന്മാരിൽ 2 പേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ഓർമ്മിക്കുക, ലോകത്തിന്റെ പ്രകാശമായ ഈശോയുടെ മാമോദിസ വേളയിൽ സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധ ത്രിത്വം ലോകത്തിന് സ്വയം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന അത്യുദാത്തമായ സന്ദർഭമാണ് നമുക്ക് കാണാൻ കഴിയുക. അതായത് ദൈവമാരെന്ന് വെളിപ്പെടുത്തുന്നു. ഉന്നതത്തിൽ നിന്നുള്ള ഉദയസൂര്യനായ ഈശോ ഒരു ജനത്തെ സജ്ജീകരിക്കാൻ തന്നെ ഒരുക്കുമ്പോൾ ഈശോയിലൂടെ സ്വർഗവും ഭൂമിയും ഒരുമിക്കുന്ന മനോഹരമായ സന്ദർഭമാണ് ഒരുക്കപ്പെടുന്നത്. ഈശോ ഭൂമിയിൽ സ്വർഗത്തിലേക്കുള്ള വഴിയായിത്തീരുന്നു. പിതാവ് പുത്രനെ അംഗീകാരമുദ്ര നൽകുന്നു. പരിശുദ്ധാത്മാവ് തന്റെ ആവാസം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ ഈ കൂട്ടായ്മയാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ കൂട്ടായ്മയ്ക്ക് അടിസ്ഥാനമായി നിൽക്കേണ്ടത്. നമ്മുടെ മാമോദിസ വേളയിൽ ദൈവം തന്റെ വിശുദ്ധിയുടെ മുദ്ര നമ്മിൽ പതിച്ചെങ്കിൽ നാമും അനേകർക്ക് ലോകത്തിന്റെ പ്രകാശമായ മിശിഹായിലേക്കുള്ള വഴിയായി മാറണം. ദൈവപിതാവിന്റെ മക്കളെന്ന നിലയിൽ സഹോദരങ്ങളായി സ്നേഹിക്കുമ്പോൾ സംജാതമാകുന്ന വിശുദ്ധിയുടെ നന്മയുടെ പ്രകാശമാണ് നമ്മിൽ മറ്റുള്ളവർ കാണേണ്ടത്. ഈ നോമ്പുകാലം നന്മയുടെ പ്രകാശമായി നമ്മിൽ ഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പോലെന്നിൽ വന്നിടണേ നാഥ, പാപിയാമെന്നിൽ കനിയേണമേ. പാപങ്ങളൊക്കെയും ഏറ്റു ഞാൻ ചൊല്ലുമ്പോൾ പാപത്തിൻ കറകളെ മായ്ച്ചിടണേ. നിന്റെ പരിശുദ്ധ റൂഹയെ നൽകിയിടണേ. പ്രാവ് പോലെന്നിൽ വന്നിടണേ നാഥ, പാപിയാമെന്നിൽ കനിയേണമേ. പാപങ്ങളൊക്കെയും ഏറ്റു ഞാൻ ചൊല്ലുമ്പോൾ പാപത്തിൻ കറകളെ മായ്ച്ചിടണേ.
നിന്റെ പരിശുദ്ധ റൂഹയെ നൽകിയിടണേ. വഴി പിഴച്ചുള്ളൊരു ജീവിതമാണ്, തിന്മകളേറെ ഞാൻ ചെയ്തിരുന്നു. വഴി പിഴച്ചുള്ളൊരു ജീവിതമാണ്, തിന്മകളേറെ ഞാൻ ചെയ്തിരുന്നു. കരളലിവേതും ഇല്ലാതെ എപ്പോഴും ഘോരമാം തിന്മകൾ ചെയ്തു പോന്നു. നിന്നെ അറിയാതെ കാലങ്ങൾ ഞാൻ കഴിച്ചു. പ്രാവു പോലെന്നിൽ വന്നിടണേ നാഥ, പാപിയാമെന്നിൽ കനിയേണമേ. പാപങ്ങളൊക്കെയും ഏറ്റു ഞാൻ ചൊല്ലുമ്പോൾ പാപത്തിൻ കറകളെ മായ്ച്ചിടണേ. നിന്റെ പരിശുദ്ധ റൂഹയെ നൽകിയിടണേ. വഴി നടത്തുന്നവൻ യേശുനാഥൻ, വഴിയിൽ എനിക്കായി കാത്തുനിന്നു. വഴി നടത്തുന്നവൻ യേശുനാഥൻ, വഴിയിൽ എനിക്കായി കാത്തുനിന്നു. കനിവോടെ എന്നെ മാറോടു ചേർത്തു. കഠിനമെൻ പാപങ്ങൾ അവൻ പൊറുത്തു. തന്റെ മകനായി എന്നെയും സ്വീകരിച്ചു. പ്രാവു പോലെന്നിൽ വന്നിടണേ നാഥ, പാപിയാമെന്നിൽ കനിയേണമേ. പാപങ്ങളൊക്കെയും ഏറ്റു ഞാൻ ചൊല്ലുമ്പോൾ പാപത്തിൻ കറകളെ മായ്ച്ചിടണേ. നിന്റെ പരിശുദ്ധ റൂഹയെ നൽകിയിടണേ. പ്രാവു പോലെന്നിൽ വന്നിടണേ നാഥ, പാപിയാമെന്നിൽ കനിയേണമേ. പാപങ്ങളൊക്കെയും ഏറ്റു ഞാൻ ചൊല്ലുമ്പോൾ പാപത്തിൻ കറകളെ മായ്ച്ചിടണേ. നിന്റെ പരിശുദ്ധ റൂഹയെ നൽകിയിടണേ.